ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4 മണി കാപ്പിക്ക് നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ട് മുരുമുരായിരിക്കുന്ന കോളിഫ്ലവർ ഫ്രൈ ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. മീഡിയം വലിപ്പത്തിലുള്ള ഒരു കോളിഫ്ലവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ലീഫെല്ലാം കളഞ്ഞ് നമുക്കിത് ചെറിയ പൂവായിട്ട് അടർത്തിയെടുക്കണം. അപ്പോൾ ഒരു 2-3 കപ്പ് വെള്ളം വെട്ടിത്തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് അടർത്തിയെടുത്ത കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഈ ഉപ്പുവെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് അതിൽ ഉപ്പ് നന്നായിട്ട് പിടിക്കും. അതുകൊണ്ട് അതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം കോളിഫ്ലവർ ഒന്ന് ഹാഫ് കുക്ക്ഡ് ആകണം. അപ്പം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഒട്ടും എണ്ണ കുടിക്കാതെ ഇരിക്കുകയും ചെയ്യും നമ്മളിതിങ്ങനെ പകുതി വേവിച്ച് എടുക്കുമ്പോഴത്തേക്ക്. അപ്പം ഇത് നന്നായിട്ട് വെള്ളം തിളയ്ക്കുമ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 3-4 മിനിറ്റ് ഒന്ന് ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരിയെടുത്ത് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. വെള്ളം ഒന്ന് തോരുകയും വേണം. അപ്പം തിളച്ച വെള്ളത്തിൽ നിന്ന് കോളിഫ്ലവർ എല്ലാം നമ്മൾ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 1/2 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് കോൺഫ്ലോർ, പാകത്തിന് ഉപ്പ്, ഇത് ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായ ഒരു ബാറ്ററാണ് നമ്മൾ തയ്യാറാക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്, 1/2 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതൊരു തിക്ക് ബാറ്ററായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടിതൊന്ന് കലക്കിയെടുത്ത് വെക്കണം. ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നമുക്കിത് മിക്സ് ചെയ്ത് നല്ല ഇഡലി മാവിനെക്കാട്ടിലും അല്പം കൂടെ തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് നമുക്കിത് തയ്യാറാക്കി വയ്ക്കാം. ഇപ്പം നന്നായിട്ട് തണുത്ത കോളിഫ്ലവർ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കൈ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ നന്നായിട്ടിത് മിക്സ് ചെയ്തൊരു 3-4 മിനിറ്റ് നമുക്കിങ്ങനെ മിക്സ് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ നന്നായിട്ട് ഈ മാവെല്ലാം ഇതിൽ നന്നായിട്ട് കോട്ടഡ് ആവും. എന്നാലേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരുമുരായിരിക്കുന്ന കോളിഫ്ലവർ ഫ്രൈ ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായ എണ്ണ ഒരു പാനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കുറച്ചുകൂടെ കുഴിവുള്ള ഒരു പാനാണെങ്കിൽ കുറച്ച് എണ്ണ മതി. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഓരോ ഫ്ലവറായിട്ട് ഇങ്ങനെ എടുത്ത് ഇട്ട് കൊടുക്കാം. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് മുഴുവനും വറുത്ത് കോരാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കുമ്പം വേണം നമ്മൾ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാൻ. അതുപോലെ കോളിഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു പകുതി മൂപ്പാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് ഫ്രൈ ആകുമ്പോഴത്തേക്ക് ഈ കറിവേപ്പിലയുടെ ഫ്ലേവറും കൂടെ നമുക്ക് നന്നായിട്ട് കിട്ടും. നല്ല ഒരു രുചി, നല്ല മണവും കിട്ടും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി ക്രിസ്പി ആകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരി മാറ്റാം. അപ്പം റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുമ്പോൾ കുറച്ചുകൂടെ റെഡ് കളറായിട്ടിരിക്കും. അവർ ആർട്ടിഫിഷ്യൽ കളർ ചേർത്താണ് തയ്യാറാക്കുന്നത്. നമ്മളിപ്പം വീട്ടാവശ്യത്തിനുള്ളതായതുകൊണ്ട് ആർട്ടിഫിഷ്യൽ കളറുകളൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. ഹെൽത്തി ആയിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം ആദ്യത്തെ ബാച്ച് കോരി മാറ്റി 2ാമത്തെ ബാച്ച് നമ്മൾ ചേർത്തിട്ടുണ്ട്. അതും നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് കോരാം. അപ്പോൾ 4 മണി കാപ്പിക്ക് വീട്ടിൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുരുമുരാന്നിരിക്കുന്ന കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.